പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളും ഇതല്ലാത്തതെല്ലാം അഭിശപ്തമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാളും വലുതല്ലയോ നമ്മളെയും മാതാപിതാക്കളെയും പടച്ചവനായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നത്? അള്ളാഹു ആരാണെന്നറിയണം. എന്നെ ആരാണ് പടച്ചത്? ഞാൻ എന്തിനിവിടെ വന്നു? എന്താണ് എന്റെ നാളെ? ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. ആ ഓർമ്മയിലായി ജീവിക്കുന്നതാണ് നിങ്ങൾ പണമുണ്ടാക്കുന്നതിനേക്കാളും വലുത്. നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കാൾ മുഴുവനും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. അതുകൊണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, ബഖിയാത്തു സ്വാലിഹാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരുപാട് നന്മകൾ നമ്മുടെ തുലാസിലേക്ക് വരട്ടെ. അതുകൊണ്ട് ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. രണ്ട് പ്രാവശ്യം കൂടെ സുബ്ഹാനല്ലാഹി والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയുണ്ട് അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ എന്നവർക്ക് വുളു എടുക്കാൻ ഒരു മുദ്ദ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഫതവല്ലഅ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു എടുത്തു. എന്നിട്ട് മഹാൻ പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ വുദൂ ചെയ്ത പോലെ എന്റെ പുണ്യ റസൂൽ വുദൂ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ثم قال, എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുദൂഇ ഹാദാ, ഞാൻ ഈ കാണിച്ചു തന്ന് പഠിപ്പിച്ച പോലെ നിങ്ങൾ വുദൂ എടുക്കുകയും ثم قام فصلى صلاة الظهر, എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് ളുഹർ നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ കാന ബൈനഹാ വബൈന സുബ്ഹ്, പ്രഭാതം മുതൽ ളുഹർ നിസ്കാരം വരെയുള്ള എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുമെന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم صلى العصر, അത് കഴിഞ്ഞ് അസ്ർ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈന الظهر, ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള തെറ്റുകളെല്ലാം അല്ലാഹു അസ്ർ നിസ്കരിക്കുന്നതോടുകൂടെ അതും പുറത്തു തരും. ثم صلى المغرب, ഇനി മഗ്രിബ് നിസ്കരിച്ചാലോ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈന العصر, മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ثم صلى العشاء, ഇശാ നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈനൽ മഗ്രിബി, മഗ്രിബ് ഇശാഇനിടയിലുള്ളത് അല്ലാഹു പുറത്തു കൊടുക്കും. ثم لعله يبيت يتمرغ ليلته, പിന്നെ പോയി കിടന്നുറങ്ങുകയാകും. ثم إن قام, എന്നിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കുകയും ഫതവല്ലഅ, വുദൂ എടുക്കുകയും വസല്ലാ സ്വലാത്ത സുബ്ഹ്, സുബ്ഹി നിസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈനൽ ഇശാ, ഇശാഇന്റെയും സുബ്ഹിക്കിടയിലുമുള്ളത് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വഹിയൽ ഹസനാതു യുദ്ഹിബിന സയ്യിആത്ത്, ഈ നിസ്കാരങ്ങളെല്ലാം നന്മകളാണ്, നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും. ഖാലൂ, മഹാനായ ഉസ്മാൻ തങ്ങൾ ഇത് പറയുമ്പോ അവര് ചോദിച്ചു, ഫമൽ ബാഖിയാത്തു സ്വാലിഹാത്തു യാ ഉസ്മാൻ, ഉസ്മാൻ എന്നവരെ ഇതൊക്കെ ഹസനാത്തുകളാണെങ്കിൽ ഖുർആൻ പറഞ്ഞ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഖാല, ഉസ്മാൻ എന്നവർ മറുപടി പറഞ്ഞു, ഹിയ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 5 കലിമത്തുകളാണ്. അത് ആദ്യം സുബ്ഹാനല്ലാഹ് വരുന്നതുണ്ട്, ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും, ആദ്യം അൽഹംദുലില്ലാഹ് വരും. എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ കേട്ടതും നമ്മൾ അറിയുന്നതും സുബ്ഹാനല്ലാഹ് തുടങ്ങി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാലും ഒരു പ്രശ്നവുമില്ലെന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. അത്രയും മനോഹരമായ ദിക്റാണ്. ഖുദൂ ജന്നതകും മിനന്നാർ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗം നിങ്ങൾ എടുക്കണം നരകത്തിൽ നിന്ന്. മിൻ അദുവിൻ യാ റസൂലല്ലാഹ്. അവർ ചോദിച്ചു, നബിയെ, നരകത്തിൽ നിന്ന് സ്വർഗം എടുക്കുകയോ? ശത്രുക്കളിൽ നിന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ബൽ മിനന്നാർ. നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും. അവരോട് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൂലൂ, നിങ്ങൾ ഇങ്ങനെ പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയാൽ ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ. ഈ വചനങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ മുന്നോട്ട് വരും. മുഖദ്ദിമാത്തിൻ വ മുഅഖിബാത്തിൻ വ മുജന്നിബാത്ത് വഹുന്നൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലേക്ക് നിങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ, ആനയിച്ചു കൊണ്ടുപോകാൻ, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ഈ വചനങ്ങൾ വരും. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖൽബ് കൊണ്ട് എപ്പോഴും ചിന്തിക്കണം സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് പറയണം സുബ്ഹാനല്ലാഹ്. ഈ പരിശുദ്ധനാണ് റബ്ബേ, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് പടച്ചവനെ, ഒരു കുറവുമില്ലാത്തവനാണ് റബ്ബേ. വൽഹംദുലില്ലാഹ്. പടച്ചവനെ നാവ് കൊണ്ട് പറയാൻ പരിധിയുണ്ട്. എല്ലാ ശുക്റായ ശുക്റും അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹതയുള്ളത് നീ മാത്രമാണ്. വല്ലാഹു അക്ബർ. നിങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ നീയാണ്. എല്ലാ വിഷയങ്ങളിലും വലുത് നിന്റെ വിഷയമാണ്. നീയാണ് ഏറ്റവും വലിയവനെന്ന് നിങ്ങൾ പറയണം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഹോന്നതനായ റബ്ബേ, നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. നീ തരുന്ന ശക്തിയല്ലാതെ നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാങ്ക് വിളിക്കുമ്പോ മുഅദ്ദിന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു പറയണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മൾ പറയണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടക്ക് ഹയ്യ അലസ് ഫലയും ഹയ്യ അലൽ ഫലയും വരുമ്പോൾ നമ്മൾ എന്താ പറയില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരേണമേ. ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വരണേ. ഹയ്യ അലൽ ഫലാഹ്, വിജയിക്കാൻ വരണേ, വിജയത്തിലേക്ക് വരണേ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ. യഹ്യ തങ്ങളെ മുതൽ യാത്ര ചോദിക്കുകയാണ്. അല്ലാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹയ്യ അലൽ സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്. ഒരു മനുഷ്യൻ കൃഷിയിടത്തിലായിരിക്കാം, വാഹനം ഓടിക്കുകയായിരിക്കാം, വീട്ടിൽ വിശ്രമത്തിലായിരിക്കാം. ആ നേരമാണ് അല്ലാഹുവിന്റെ വിളി വരുന്നത്, നിസ്കരിക്കാൻ വരണേ, വിജയത്തിലേക്ക് വരണേ. അവ മറുപടി, ഞാൻ വരാൻ ഒരുക്കമാണ് റബ്ബേ, പക്ഷേ വലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
നന്മയിലേക്ക് വരാനും തിന്മയിലേക്ക് പോകാതിരിക്കാനും നീ തരുന്ന ശക്തി കൊണ്ട് മാത്രമേ കഴിയൂ റബ്ബേ. എനിക്ക് പള്ളിയിലേക്ക് വരണം, അതിന് നീ എനിക്ക് ശക്തി തരണം പടച്ചവനെ. എനിക്ക് ഫലാഹിലേക്ക് വരണം, വിജയത്തിലേക്ക് വരണം, അതിന് നീ എനിക്ക് ശക്തി നൽകണം പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ശക്തി ചോദിക്കുകയാണ്, ആഫിയത്ത് ചോദിക്കുകയാണ്. കാരണം വിളിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്, ഒരു നന്മയ്ക്കാണ്. എല്ലാ നന്മകളും അള്ളാഹുവേ നീ തരുന്ന കഴിവ് കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. നന്മകൾ അല്ലാഹു 70ഉം 700ഉം 70,000ഉം അതിലേറെയും അല്ലാഹു ഏറെ പ്രതിഫലം നൽകുന്ന ഒരു പകലാണിത്. ഈ വരാൻ പോകുന്ന രാവുകൾ റമദാനിന്റെ പരിശുദ്ധമായ രാപ്പകലുകളിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം പടച്ച റബ്ബ് മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم. من آمن بالله واليوم الآخر وعمل صالحا, ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചത്, പരലോകമുണ്ട്, മരിച്ചു ചെന്നാൽ ഒരു ലോകമുണ്ട്, അവിടെ പ്രതിഫലമുണ്ട്, തിന്മ ചെയ്തവർക്ക് ശിക്ഷയുണ്ട് എന്ന് ആരാണോ വിശ്വസിച്ചത്, വഅമില സ്വാലിഹാ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടപ്പെടേണ്ടതുമില്ല. മുഅ്മിനീങ്ങൾക്ക് സമാധാനമാണ്. മുഅ്മിനീങ്ങൾക്ക് സമാധാനത്തിന് എന്താ വേണ്ടത്? ഈ ലോകത്ത് സമാധാനം, നാളെ സമാധാനം. ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഇവിടെ നേരായ മാർഗത്തിൽ ജീവിച്ച് സന്തോഷിക്കാൻ അവസരം, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ നിഅമത്തുകളാൽ നിറക്കപ്പെട്ട സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശനവും. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, വല്ലിപ്പ വല്ലിമ്മമാർ, വേണ്ടപ്പെട്ടവരുടെ ഖബറുകൾക്ക് റബ്ബേ സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ റബ്ബേ. നാളെ നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയ ചെറിയ നന്മകൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം വലുതാണ്. ഇത് റബ്ബിന്റെ വലിയൊരു റഹ്മത്താണ്. ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും വലിയ കൂലി. وأيما رجل قام وهو يريد الصلاة فأفضل الوضوء إلى مكانه. വുദൂ ചെയ്യുന്നത്, വെള്ളമെടുത്ത് വുദൂ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ വുദൂ ചെയ്താൽ, അയ്യുമാ റജുലിൻ ഖാമ, ഒരാൾ വുദൂ എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും വഹുവ യുരീദു സ്വലാ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഫഅഫ്ളൽ വുദൂഅ ഇലാ മകാനിഹി, എല്ലാ ഷർത്തും റുക്നും ഫർദുകളും സുന്നത്തും പാലിച്ച് ഒരാൾ വുദൂ ചെയ്താൽ, സലിമ മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ ഹിയ ലഹ്, ആ മനുഷ്യൻ ചെയ്തു പോയ എല്ലാ, കണ്ണുകൊണ്ട് നോക്കിപ്പോയത്, നാവ് കൊണ്ടറിയാതെ പറഞ്ഞു പോയത്, മനുഷ്യൻ ചെയ്തു പോയ ചെറുദോഷങ്ങളെല്ലാം അവന്റെ വുദൂ കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. ഓരോ ആണിനും പെണ്ണിനും അല്ലാഹു പുറത്തു കൊടുക്കും. ഫഇൻ ഖാമ ഇലസ്സലാ, നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് എഴുന്നേറ്റു നിന്നാൽ, റഫഅഹുല്ലാഹു ബിഹാ ദറജ, അല്ലാഹു അവർക്കൊരു സ്ഥാനം ഉയർത്തി കൊടുക്കും. വഇൻ റഖദ റഖദ സാലിമ, അവരിനി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അവര് സാലിമൻ, സുരക്ഷിതരായിട്ടാണ് ഉറങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദൂ പതിവാക്കണം. പൈശാചികമായ ചിന്തകൾ വരാതിരിക്കാൻ, നമ്മുടെ മനസ്സിനെ പിശാച് വേട്ടയാടാതിരിക്കാൻ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, അവരുടെ മനസ്സുകളിലേക്ക് തിന്മയുടെ ലാഞ്ചനകൾ വരാതിരിക്കാൻ വുദൂ പതിവാക്കണം, വുദൂ പതിവാക്കണം. യഥാർത്ഥ മുഅ്മിന് മാത്രമേ വുദൂഇൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുഅദ്ദിനാണ്. പുണ്യനബിയുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ വാങ്ക് വിളിച്ച മഹാനാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ എന്നവര് സ്വർഗത്തിലേക്ക് ആദ്യം ചെന്നതായി നബി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു VIP വരുമ്പോ VIPയുടെ പരിചാരകർ, ഖാദിമീങ്ങൾ ആദ്യം ചെന്ന സ്ഥലം ഒന്ന് റെഡിയാക്കണല്ലോ എന്ന പോലെ പുണ്യനബി സ്വർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. മിഅ്റാജിന്റെ രാവിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ സമിഅ്തു ദുഫ്ഫൻ അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ സ്വർഗത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ബിലാലേ, നിങ്ങളുടെ ഈ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. ബിലാൽ തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് യാ ബിലാലു, ബിലാലേ ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. മുസ്ലിമായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പണി നിങ്ങൾ എന്താണ് ചെയ്തത്? കാരണം നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കണ്ടു ഞാൻ എത്തിയപ്പോ. അപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അതിന് മാത്രം എന്താണ് ബിലാലെ നിങ്ങൾ ചെയ്തത് എന്ന് പുണ്യനബിയുടെ ചോദ്യം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബിലാൽ, ബിലാലെ ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ഫഖാല ബിലാലുൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഫഖാല ബിലാൽ മാ അമിൽതു അമലൻ അർജാ ഇൻദി മിൻ അന്നി ലമ്മാ തതഹഹറ തുഹൂറൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സ്വല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അൻ ഉസല്ലിയ. നബിയേ, രാവിലെയോ രാത്രിയോ ഞാൻ എപ്പോഴാണോ വുദു എടുക്കുന്നത്, എന്നെ വുദു മുറിഞ്ഞാൽ ഞാൻ ഉടനെ വുദു എടുക്കും. ആ വുദു എടുത്താൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര സുന്നത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. വുദുഇന്റെ സുന്നത്ത് ഞാൻ എപ്പോഴും നിസ്കരിക്കാറുണ്ട് നബിയേ. ഇതാണ് ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അമല്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ബിലാലെ അത് തന്നെയാണ് കാരണം. ബിലാൽ തങ്ങളുടെ ഈ സുന്നത്ത് നമ്മളും പാലിക്കുക. വുദു എടുക്കാൻ പൈപ്പുണ്ടല്ലോ. ഇന്ന് മുമ്പത്തെ പോലെ കയറുകൊണ്ട് കൊട്ട കൊണ്ട് കോരിയെടുത്തിട്ടൊന്നും വുദു എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാത്റൂമുകളില്ലാത്ത വീടുകളുണ്ടോ? ഒന്ന് പൈപ്പ് തിരിച്ചാൽ വെള്ളമില്ലേ? നമുക്ക് വുദു എടുക്കാൻ എന്ത് തടസ്സമാണുള്ളത്? ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ വുദു എടുത്തിട്ട് ഇറങ്ങാം. എപ്പോഴാണോ വുദു മുറിയുന്നത് ഉടനെ വുദു എടുക്കുക. വുദു എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും. കറാഹത്തുള്ള സമയത്ത് പോലും വുദു എടുത്താലുള്ള ഉടനെ സുന്നത്ത് നിസ്കരിക്കാന്ന. വെറുതെ മുത്തലഖൻ സുന്നത്താ പാടില്ലാത്തത്. സുബഹിസ്കാരം കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾ പെട്ടെന്ന് വുദു എടുത്തു വന്നു, 2 റക്അത്ത് അപ്പോഴും നിസ്കരിക്കാം. സവാലിന്റെ സമയത്ത് അസ്ർ കഴിഞ്ഞ് മഗ്രിബിന്റെ ഇടയില് വെറുതെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂല. പക്ഷെ വുദു എടുത്തു വന്ന ഒരാൾ നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. പള്ളിയിലേക്ക് കയറിയതാ, തഹയ്യത്ത് നിസ്കരിച്ചൂടെ? നിസ്കരിക്കാം. ഇതിനൊന്നും കുഴപ്പമില്ല. മുന്തിയ കാരണമുള്ളതൊക്കെ ചെയ്യുന്ന ഒരു കാരണം കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്, കുഴപ്പമില്ല. പിന്തിയ കാരണമുണ്ട്, ചില കാരണങ്ങൾ. അത് ഇഹ്റാം, അതുപോലെ യാത്രയുടെ സുന്നത്ത്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ഇഹ്റാം ചെയ്യുക. യാത്രയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് യാത്ര പോവുക. ഇതൊന്നും ഈ കറാഹത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അല്ലാത്തതൊക്കെ പറ്റും. ബിലാൽ തങ്ങൾ പറയാ, ഞാൻ വുദു എടുത്താൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നിസ്കരിക്കാറുണ്ട്. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈൽ ഫൽയസ്തക്. രാത്രി നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുകയാണ്, തഹജ്ജുദോ ഖിയാമോ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയസ്തക്, നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം എന്നർത്ഥം. ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതില്ലേ, സൂറത്തുകൾ ഓതുമല്ലോ, ഖുർആൻ ഓതുമ്പോൾ വളഅ മലകുൻ ഫാഹു അലാ ഫീഹി,
ആ ഓതുന്ന ആളുടെ വായയോട് ചേർത്ത് അള്ളാഹുവിന്റെ ഒരു മലക്ക് അവരുടെ വായ ചേർത്ത് വെക്കുന്നുണ്ട്. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്. നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും, ദുർഗന്ധമാണെങ്കിലും പാരായണമാണെങ്കിലും നിങ്ങളുടെ നല്ല ഗന്ധമാണെങ്കിലും അത് മലക്കിന്റെ വായയിലേക്കാണ് പോകുന്നത്. മലക്ക് നിങ്ങളുടെ വായയോട് ചേർത്ത് വായ വെക്കുന്നുണ്ട്. ഇത് തഹജ്ജുദ് നിസ്കാരത്തിന് പറഞ്ഞതാ. രാത്രി നിസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്ക്, ആ മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് മലക്കിന് പ്രയാസമാണ്. വായക്ക് ദുർഗന്ധമുണ്ടായാൽ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ട് നിസ്കരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ രാത്രിയല്ലേ, സുബഹിക്ക് ബ്രഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ബ്രഷ് ചെയ്യാതിരിക്കരുത്. വായ വൃത്തിയാവണം. കാരണം മലക്കുകൾ മനുഷ്യർക്ക് ദുർഗന്ധമുള്ളത് മലക്കുകൾക്കും ദുർഗന്ധം തന്നെയാണ്. മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണേ, അല്ലാഹു ചെറിയ ചെറിയ അമലുകൾക്ക് നൽകുന്ന പ്രതിഫലം. വാങ്ക് വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വാങ്ക് വിളിക്കുന്നത് എത്ര വലിയ അമലാണെന്ന്, എത്ര കൂലിയുള്ള അമല വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വലിൽ മുഖദ്ദം. ആദ്യത്തെ സഫിൽ, ഇമാമിന്റെ നേരെ പിറകിലുള്ള ആദ്യത്തെ സഫുകാർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ സഫുകാർക്കാണ്. രണ്ടാമത്തെ സഫുകാർക്ക് അത് കിട്ടൂല. ആദ്യം ഇമാമിന്റെ നേരെ പിറകിലുള്ള സഫ്, ആ ഒരു സഫിന് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. വൽ മുഅദ്ദിനു, വാങ്ക് വിളിക്കുന്ന ആളെ യുഗ്ഫറു ലഹു മദ്ദ സൗതിഹി, ശബ്ദമെത്തുന്ന ദൂരം എത്രയോ ആ ദൂരത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന് പുറത്തു കൊടുക്കും. വയുസദ്ദിഖുഹു മൻ സമിഅഹു മിൻ റത്ബിൻ വയാബിസിൻ, ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ എല്ലാം എന്ന് പറഞ്ഞ സർവചരാചരങ്ങൾ, ജീവനുള്ളതും ഇല്ലാത്തതും വാങ്ക് വിളിക്കുന്ന ആൾക്ക് ആ പറയുന്നത് സത്യമാണ് എന്ന് അവരൊക്കെ വിളിച്ചു പറയും. വലഹു മിസ്ലു അജ്രി മൻ സ്വല്ലാ മഅഹു, ആ വാങ്ക് കഴിഞ്ഞിട്ട് എത്ര പേരാണോ ആ വാങ്ക് കൊണ്ട് നിസ്കരിക്കുന്നത്, ആ വാങ്ക് കേട്ടിട്ട് നിസ്കരിക്കുന്നത്, അവരുടെ നിസ്കാരത്തിന്റെ എണ്ണം അനുസരിച്ച് വാങ്ക് വിളിച്ച മുഅദ്ദിൻ അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എത്ര വലിയ പ്രതിഫലമാണ് അല്ലേ വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ. അത്ര കൂലിയുള്ള കാര്യം. അതുകൊണ്ടാണ് എനിക്കൊരു അപേക്ഷയുണ്ട് പള്ളി കമ്മിറ്റിക്കാരോട്. വാങ്ക് വിളിക്കണ മുക്രിക്കനെ ഉപയോഗിച്ചിട്ട് മൂത്രപ്പുര കഴുകാൻ വിടരുത്. അവരതിനുള്ളത്, അതിന് നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചോളൂ. കൂലിക്ക് വിളിച്ച ആളെ കിട്ടൂലേ? ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ മുക്രിക്കനെ കൊണ്ടല്ല അത് ചെയ്യിപ്പിക്കേണ്ടത്, ഹൗദ് കഴുകിപ്പിക്കേണ്ടത്. അവർ മറ്റേതെങ്കിലും ഖിദ്മത്ത് അവരെ കൊണ്ട് പറ്റുന്ന ഇസ്സത്തുള്ള പണി ചെയ്യിപ്പിക്കണം. അള്ളാഹു ഇത്രമേൽ ബഹുമാനിക്കുന്ന ആളുകളാണ് ഇവർ. അവരെ കൊണ്ടല്ല ബാത്റൂം കഴിപ്പിക്കേണ്ടത്. ഇന്നു മുതൽ ആ പരിപാടി നിർത്തണം എന്നാ ഞാൻ പറയാം. കാരണം മുഅദ്ദിനിന് വലിയൊരു ഹുർമത്തുണ്ട്, വലിയ പവറുണ്ട് അള്ളാഹുവിന്റെ അടുത്ത്. ഇത്രമേൽ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് അവർ. വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇബാദത്താണ്. 12 കൊല്ലം വാങ്ക് വിളിച്ച മുക്രിമാർക്കൊക്കെ അവാർഡ് കൊടുക്കണം. 12 വർഷം മുഅദ്ദിന് പണിയെടുത്തു നിങ്ങളുടെ പള്ളിയിൽ. അത് 20-30 കൊല്ലാകാൻ നിൽക്കരുത്. മുക്രിപ്പണി ചെയ്ത ആളുകൾക്ക്, വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് കൃത്യമായൊരു കണക്ക് പുണ്യ നബി പറഞ്ഞ് 12 വർഷമാണ്. മൻ അദ്ദന 12 സനതൻ വജബത് ലഹുൽ ജന്ന. 12 കൊല്ലം അല്ലാഹുവിന് ഒരാൾ വാങ്ക് വിളിച്ചാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ്. പുണ്യ നബി പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12 കൊല്ലം വാങ്ക് വിളിച്ച എല്ലാ മുക്രിമാർക്കും ഒരു ആദരവ് കൊടുക്കണം. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ? 12 എന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, 25-30 കൈ കാണുമല്ലേ? 12 കൊല്ലം അതൊരു മൈൽ സ്റ്റോൺ ആണ് അവരുടെ ജീവിതത്തില്. 12 കൊല്ലം പൂർത്തിയാകുമ്പോ അള്ളാഹു അവർക്ക് സ്വർഗം ഉറപ്പാക്കി കൊടുക്കുന്നു എന്നാണ് പുണ്യ നബിയുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുതിബ ലഹു ബിതഅദീനിഹി ഫീ കുല്ലി യൗമിൻ 60 ഹസന. ഓരോ ദിവസവും നമ്മൾ ആർക്കും കിട്ടാത്ത 60 പ്രതിഫലം ഒരു മുഅദ്ദിന് മാത്രം കിട്ടുന്നുണ്ട്. വബിഇഖാമതിഹി 30 ഹസന.
ഓരോ വാങ്ങിനും 60 പ്രതിഫലം. അപ്പോ 5 വാങ്ങുണ്ട്. 5 വാങ്ങിന് 5 times 6 എത്രയായി? 60. അത്രയും പ്രതിഫലമായി. യാ അല്ലാഹ്, 300 പ്രതിഫലം. ഇഖാമത്ത് കൊടുത്താൽ 30 പ്രതിഫലം. അപ്പൊ 5 നേരം 3 × 3 അപ്പൊ 90 അല്ലേ? സോറി, എത്ര? 130. ഇഖാമത്തിന് 130 പ്രതിഫലം. ഓരോ ഇഖാമത്തിനും 30, ഓരോ വാങ്ങിനും 60 പ്രതിഫലം. ഇത് 12 വർഷം ഒരാൾ പൂർത്തിയാക്കിയാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ആദരവ് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. പള്ളി കമ്മിറ്റിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ എക്സ്ട്രാ ചെലവുണ്ടാക്കാനോ അല്ല ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഇത്രത്തോളം പ്രതിഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പുരുഷന്മാർ, അവർക്ക് ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവും മസ്ജിദിലുള്ള നിസ്കാരമാണ്. ഇദാ തവല്ല അഹദുകും ഫഅഹ്സനൽ വുദൂഅ ثم خرج الى الصلاه. വീട്ടിൽ നിന്ന് വുദൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്നത് അതൊരു വലിയൊരു പ്രതിഫലമാണ്. അതിൽ മറ്റൊരു ഖൈറുമുണ്ട്. പള്ളിയിലെ വെള്ളത്തിന്റെ ബില്ല് വല്ലാണ്ട് കൂടൂല അല്ലെ? ടാപ്പിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 5 നേരം വുദൂ എടുക്കുമ്പോ എത്ര വെള്ളം? ഇത് ഓരോരുത്തരും അവരവന്റെ വീട്ടിൽ നിന്ന് വുദൂ എടുത്ത് വന്നാൽ അത്രയും വെള്ളം ലാഭിക്കാലോ. വെള്ളം വേസ്റ്റ് ആക്കരുത്. ലോകത്ത് ഏറ്റവും വലിയ ചർച്ച കൺസർവേഷൻ ഓഫ് വാട്ടർ, വെള്ളം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ്. നമുക്ക് വുദൂ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വെള്ളം ഇങ്ങനെ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കുക, കുറേ സമയം വെള്ളം ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യരുത്. വീട്ടിൽ നിന്ന് വുദൂ എടുത്ത് വരാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അതിന് വേറെ കൂലിയാണ്. നോക്കൂ, ഹദീസ് കേട്ടു നോക്കൂ. ഇദാ തവല്ല അഹദുകും ഫഅഹ്സനൽ വുദൂഅ, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വുദൂ എടുത്ത് ثم خرج الى الصلاه, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ലം യർഫഅ ഖദമഹുൽ യുംനാ ഇല്ലാ കതബല്ലാഹു ലഹു ഹസന, വലത് കാൽ എടുത്തു വെക്കുമ്പോഴേക്കും ഒരു നന്മ. വലം യദഅ ഖദമഹുൽ യുസ്റാ ഇല്ലാ ഹത്ത അൻഹു സയ്യിഅ, ഇടത് കാൽ വെക്കുമ്പോഴേക്കും ഒരു തെറ്റ് അല്ലാഹു മാപ്പ് ചെയ്യുന്നു. വലത് കാൽ വെക്കുമ്പോഴേക്കും ഒരു നന്മ അല്ലാഹു കൊടുക്കുന്നു. ഫൽയഖ്റുബ് അഹദുകും ഔ ലിയബ്അദ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാമിന്റെ അടുത്ത് വന്നിരിക്കാം, അല്ലാത്തവർക്ക് ദൂരെ പോയി നിൽക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഫഇദാ അത്തൽ മസ്ജിദ ഫസല്ല ഫീ ജമാഅത്തിൻ ഫൽയഖ്റുബ് അഹദുകും ഔ ലിയബ്അദ്, അതുകൊണ്ട് പള്ളിയോട് അടുത്ത് താമസിക്കണോ പള്ളിയുടെ ദൂരെ താമസിക്കണമോ അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതാണ് ഇതിനർത്ഥം. പള്ളിന്റെ അടുത്ത് നിൽക്കണോ പള്ളി ദൂരെ പോകണം? പള്ളിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് 4 അടി കൊണ്ട് പള്ളിയിലേക്ക് എത്തും. പള്ളിയിലേക്ക് ദൂരം കൂടുതലാണ്. അപ്പൊ അത്രയും നടത്തം വരും, അത്രയും കൂലി കിട്ടും. അപ്പോ കൂലി കൂടുതൽ കിട്ടാൻ പള്ളിയോട് അല്പം അകലെ നിന്ന് നടന്നു വരുന്നവർക്ക് അവസരമുണ്ട് എന്നർത്ഥം. ബനൂ സലമ മദീനയിലെ ഒരു ഗോത്രമാണ്. അവര് മദീന പള്ളിയുടെ അടുത്തൊരൽപ്പം സ്ഥലമുണ്ടെന്ന് കണ്ടപ്പോ അവര് വിചാരിച്ചു പുണ്യനബിയുടെ മസ്ജിദിന്റെ അടുത്ത് വന്ന് താമസിക്കാം. അങ്ങനെ അവര് തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവിടെ നിന്ന് മാറി വീട് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താ നബി അങ്ങയുടെ അഭിപ്രായം? തങ്ങൾ പറഞ്ഞു, ദിയാറക്കും ബനി സലമ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ മതി ബനു സലമക്കാരെ, വീട് ഇങ്ങോട്ട് മാറ്റണ്ട. ഖുതാക്കും, നിങ്ങളുടെ ഓരോ കാൽവെപ്പിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൂരെയാണെന്ന് വിചാരിച്ച വീട് പൊളിച്ചിട്ട് വരാനൊന്നും നിൽക്കണ്ട, അവിടെ തന്നെ ആയിക്കോട്ടെ. നടന്നു വരാൻ കഴിയില്ലോ, വാഹനത്തിൽ വന്നാലും കൂലി കിട്ടും. പക്ഷെ നടന്നു വരുന്നതിന് പ്രത്യേക കൂലിയാണ്. നടത്തം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് നമ്മുടെ ദീൻ. ഡോക്ടർമാര് നടക്കാൻ പറയുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ നടക്കും. ട്രാക്ക് സൂട്ട് ഇട്ടു നൈക്കി ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഭയങ്കര നടത്തമാണ്. നമ്മളോട് നടക്കാൻ എത്രയാ പറഞ്ഞത്? എല്ലാം അന്നിപ്പോ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഒട്ടകപ്പുറത്ത് വരാൻ, വാഹനം ഉണ്ടല്ലോ, കഴുതപ്പുറത്ത് വരാമെന്ന് പറയാം, കുതിരപ്പുറത്ത് വരാമെന്ന് പറയാം. പക്ഷേ മൻ മശാ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് നടന്നു വരിക. പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു വരൽ സുന്നത്താണ്. ജുമുഅക്ക് നടന്നു വരൽ പ്രത്യേക സുന്നത്താണ്. ജുമുഅക്ക് പ്രത്യേകിച്ച് നടന്നു വരൽ സുന്നത്താണ്. കുറച്ച് ദൂരായാലും കുഴപ്പമില്ല.
പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു വരണം. പോകുന്ന വഴിയിലൂടെയല്ല, തിരിച്ചു പോരേണ്ടത് വേറെ വഴിയിലൂടെ വരണം. അതും സുന്നത്താണ് പെരുന്നാളിന്. ഇപ്പൊ ചെറിയ പെരുന്നാളിന്റെ നിസ്കാരം ഉണ്ടാവില്ലേ? അപ്പൊ പള്ളിയിലേക്ക് ഒരു വഴിയിലൂടെ പോയാൽ വേറൊരു വഴി ഉണ്ടെങ്കിൽ ആ വഴിക്ക് വരാം. വഴി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് വഴി ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. നടക്കാൻ പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ, വീട്ടിൽ നിന്ന് ശുദ്ധിയായി വുദൂഎടുത്തൊരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് വന്നാൽ, ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർള് നിസ്കരിക്കാൻ വേണ്ടി വന്നു, ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹിക്ക്, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. പടച്ചോനെ, ഇഹ്റാം ചെയ്ത് ഹജ്ജിന് വന്ന ഒരാളുടെ പ്രതിഫലമാണ് ഫർളായ നിസ്കാരത്തിന് നടന്നു പോകുന്നവർക്കെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നാൽ ഹജ്ജിന്റെ കൂലിയാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പള്ളിക്ക് വന്നാൽ ഉംറ ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കിപ്പോ എല്ലാ വർഷവും ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റില്ല. എപ്പോഴും ഉംറ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. പ്രയാസങ്ങളുണ്ടാ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരും. സ്വന്തം നാട്ടിലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിസ്കരിച്ചാൽ ഈ കൂലി കിട്ടും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിസ്കരിച്ചാൽ കൂലി കിട്ടൂല. അവർക്ക് കിട്ടണമെങ്കിൽ പള്ളിയിലേക്ക് തന്നെ വരണം. ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ദുഹറിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് വരെ, സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹറിന്റെ ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാ. ദുഹാ നിസ്കരിക്കാൻ വേണ്ടി, അതിനാണ് തസ്ബീഹുൽ ദുഹാ എന്ന് പറയുന്നത്. സുബ്ഹി ദുഹാ നിസ്കാരം എന്നാണ് ആ തസ്ബീഹിന്റെ അർത്ഥം. തസ്ബീഹുൽ ദുഹയിലേക്ക്, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു വന്നാൽ കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്ത ആളിന്റെ പ്രതിഫലമുണ്ട്. വസ്വലാത്തുൻ അലാ ഇസ്രി സ്വലാത്തിൻ ലാ ലഗ്വുൻ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. ഓരോരോ നിസ്കാരങ്ങൾക്കിടയിലും അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ നിങ്ങളുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ സ്വർഗലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ഇല്ലിയീൻ എന്നിടത്തേക്ക് അല്ലാഹു ആ അമലുകളെ ഉയർത്തുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്നവർ നടന്നു തന്നെ പോവുക. സുന്നത്ത് നിസ്കാരത്തിൽ ദുഹാ നിസ്കാരത്തിന് നടന്നു പോയാൽ ഉംറയുടെ കൂലിയാണ്. ഫർളിലേക്ക് നടന്നു പോയാൽ ഹജ്ജ് ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കാത്തിരിക്കുന്നത് നിസ്കരിക്കുന്നതിനെ പോലെ തന്നെയാണെന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. പള്ളിയിലേക്ക് ജമാഅത്തിനെത്തിയാൽ അല്ലാഹുവിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കും. പള്ളിയിലേക്ക് ചൊല്ലുമ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്, 1 2 റക്അത്ത് കഴിഞ്ഞു. നിങ്ങൾ കിട്ടിയത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, ബാക്കി നിങ്ങൾ പൂർത്തിയാക്കണം. നിങ്ങൾ പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും നിസ്കാരം തീർന്നു പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ, അത് നിസ്കരിക്കുക. ഇമാമിന്റെ കൂടെ നഷ്ടപ്പെട്ടത്, നിങ്ങൾ മസ്ബൂഖ് ആണെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കുക. ഇമാമിന്റെ കൂടെ എത്തിയാൽ പൂർണ്ണമായി നിസ്കരിക്കുക. നിങ്ങൾ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്കും അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 മഹത്തരമായ നന്മ ലഭിക്കാൻ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ബറാഅത്താൻ, 2 മോചനം അല്ലാഹു തരും. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനം, മറ്റൊന്ന് കപടവിശ്വാസത്തിൽ നിന്നുള്ള മോചനം. ഈ 2 മോചനത്തിന് നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുക. ഇത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും നിർബന്ധമായും പാലിക്കണമെന്നാണ്. ഒരു മുസ്ലിം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 40 ദിവസത്തെ ഒരു ചര്യയുണ്ട്. അതുണ്ടെങ്കിൽ അല്ലാഹു കുതിബ ലഹു ബറാഅത്താൻ, അല്ലാഹു നരകത്തിൽ നിന്നും കപടവിശ്വാസത്തിൽ നിന്നും അവർക്ക് മോചനം കൊടുക്കും. അവരൊരിക്കലും മുനാഫിഖായി മരിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തൽ ഊലാ.
ഇതൊരു ടാസ്കാണ്. 40 ദിവസം ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചു ഇമാമിന്റെ കൂടെ, എങ്ങനെ യുദ്രികു തക്ബീറത്തുൽ ഊല, നിസ്കാരം ആരംഭിക്കുന്ന ആദ്യത്തെ അല്ലാഹു അക്ബർ എന്ന് ഇമാമ പറയുമ്പോൾ പള്ളിയിലേക്ക് എത്തണം. അങ്ങനെ ആദ്യത്തെ തക്ബീർ കിട്ടുന്ന വിധം ഇമാമിന്റെ കൂടെ 5 നേര നിസ്കാരം 40 ദിവസം ഒരാൾ നിർവഹിച്ചാൽ അല്ലാഹു 2 ബറാഅത്ത് അവർക്ക് കൊടുക്കും, 2 മോചനം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ്. ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാകും. വബറാഅത്തും മിനൻ നിഫാഖ്, കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖസുലതാനി ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. 2 നന്മകളുണ്ട്, ആ നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു അലാ വഹുമാ യസീർ, ആ 2 കാര്യങ്ങളും എളുപ്പമാണ്. വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് സ്ഥിരമായി ചെയ്യുന്നവർ കുറവാണ്. നേരത്തെ പറഞ്ഞ 2 ബറാഅത്ത് കിട്ടാൻ കാരണം എന്താണ്? 40 ദിവസം 5 വക്ത് നിസ്കാരം, സുബഹി പോവരുത്, അസ്ർ പോവരുത്, ദുഹർ പോവരുത്. ഒരു പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ നിസ്കാരമാണ് ആ ജമാഅത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഇമാമിന്റെ കൂടെ വേണം, മസ്ബൂഖാവരുത്. അങ്ങനെ 40 ദിവസം. തക്ബീറത്തുൽ ഇഹ്റാം പോലും നഷ്ടമാവാതെ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ നിഫാഖ്, കപട വിശ്വാസത്തിലേക്ക് ഒരിക്കലും പോവുകയില്ലെന്നും. ഇവരെന്തായാലും 40 ദിവസം കഴിഞ്ഞ് നിസ്കാരം ഒഴിവാക്കണം എന്നല്ലേ പറയുന്നത്. അത് കഴിഞ്ഞിട്ടും മരണം വരെ അള്ളാഹു നിർബന്ധമാക്കിയത് എന്നും ശ്വാസമുള്ളവരെ നിസ്കരിക്കുക, ബോധമുള്ളത് വരെ നിസ്കരിക്കേണ്ട കാര്യമാണ് 5 പേരുടെ നിസ്കാരം. അത് എക്സ്ക്യൂസ് ഇല്ല. നന്മകൾ അള്ളാഹു പറഞ്ഞതൊക്കെ ചെയ്യാം. പക്ഷെ ഈ 40 ദിവസം ജമാഅത്ത് ഇങ്ങനെ ആദ്യത്തെ തക്ബീറിൽ ഇമാമിന്റെ കൂടെ കിട്ടുന്ന വിധത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാം. പിന്നെ നിസ്കരിക്കാൻ ജമാഅത്ത് കിട്ടിയേക്കും, പക്ഷെ ഒരുപക്ഷെ ആദ്യത്തെ ജമാഅത്ത് കിട്ടിയില്ല എന്ന് വരും. പക്ഷെ 40 ദിവസം നിർബന്ധമായി ഇത് വേണമെന്നാണ്. അത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയൊരു നന്മയാണ്. ഖസുലതാനി, 2 ഗുണങ്ങളുണ്ട്. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു മുസ്ലിം ആണും പെണ്ണും പതിവാക്കേണ്ട 2 കാര്യം. അലാ വഹുമാ യസീർ, അതിനൊരുപാട് സമയമെടുക്കുകയില്ല. വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. എന്താണത്? യുസബ്ബിഹുല്ലാഹ ദുബറ കുല്ലി സ്വലാത്തിൻ 10 വയഹ്മിദുഹു 10 വയുകബ്ബിറു 10 ഫദാലിക 50 و100 ബിൽലിസാൻ و1500 ഫിൽ മീസാൻ. നിസ്കാരം കഴിഞ്ഞാൽ 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും. ഇതിന് വലിയ പ്രതിഫലമാണ്. ഇനി അത് സാധ്യമല്ല, മിനിമം ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ 10 സുബ്ഹാനല്ലാഹ്, 10 എണ്ണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹും 10 അല്ലാഹു അക്ബറും. ഓരോ വക്തിലും 10 10 30 3 5 10 150 ആവും. അപ്പൊ തങ്ങൾ പറഞ്ഞു ഫദാലിക 50 و100 ബിൽലിസാൻ, നാവ് കൊണ്ട് 150 ദിക്ർ നിങ്ങൾ ചൊല്ലും. ഫർദ് നിസ്കാരം കഴിഞ്ഞ് ഓടരുത്. 33 ചൊല്ലാൻ പറ്റുന്നില്ല, 10 ചൊല്ലാലോ. 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് വേറെ കൂലിയാണ്, പക്ഷെ അത് ഈ ഹദീസിൽ പറഞ്ഞില്ല എന്നുള്ളൂ. 10 സുബ്ഹാനല്ലാഹും 10 അൽഹംദുലില്ലാഹും 10 അല്ലാഹു അക്ബർ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം. നാവ് കൊണ്ട് 150 ആവും 5 വക്താകുമ്പോ. എന്നാൽ അള്ളാഹുവിന്റെ അമല് തൂക്കുന്ന മീസാനില്ലത് 1500 നാവല് 150. അള്ളാഹു ഒരു 0, അള്ളാന്റെ വക 10 ഇരട്ടിയാണ് ഓരോ നന്മയും. അതുകൊണ്ടത് 1500.
പിന്നെ പറഞ്ഞു ഇദാ അഖദ മദ്ജിഅഹു, ഉറങ്ങാൻ കിടക്കുമ്പോ യുകബ്ബിറു 34 34 തവണ അല്ലാഹു അക്ബർ, വയഹ്മിദുഹു 33 33 അൽഹംദുലില്ലയും, വയുസബ്ബിഹുഹു 33 33 സുബ്ഹാനല്ലാഹയും. ഉറങ്ങുമ്പോ അവസാനം ചെല്ലുന്ന ദിക്ർ ഇതാവണമെന്നാണ്. ഉറങ്ങുമ്പോ സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 34. മറ്റേത് 2 33, അല്ലാഹു അക്ബർ 34. ഈ ഉറക്കില്ലാത്ത ആളുകൾ, ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ദിക്റൊന്ന് പതിവാക്കി നോക്കി, വലിയ മാറ്റം ഉണ്ടാവും. ഒരു തവണ ചൊല്ല, ഇല്ലെങ്കിലും 3 തവണയെങ്കിലും ചൊല്ലുമ്പോഴേക്കും ഉറക്കം വന്നിരിക്കും. വിരലിൽ കണക്ക് പിടിക്കണം. 33 വിരൽ, നമ്മുടെ വിരലിന്റെ ഓരോ വിരലിലും 3 എണ്ണം വെച്ച് നമുക്ക് അടയാളം പിടിക്കാം അല്ലെ. 10 വിരലാവുമ്പോ 30 ആവും. പിന്നെ ഒരു വിരലും കൂടെ എടുത്താൽ 33 വിരലിൽ എണ്ണം പിടിക്കണം. അല്ലാഹു അക്ബർ 34 ആവണം. നമ്മൾ 33 ആവുമ്പോ ഓട്ടോമാറ്റിക് അറിയാൻ നിർത്തിപ്പോവും. അങ്ങനെയാണെങ്കിൽ തലക്കെന്ന് വീണ്ടും ചൊല്ലണം. കാരണം ഇത് താക്കോല് പോലെയാണെന്ന്. ഈ എണ്ണം, ഡോറിന്റെ താക്കോലിനെ കുറിച്ച് പല്ലുണ്ടാവുമല്ലോ, ഒരു പല്ല് ഏറെ കടന്നോട്ടെന്ന് വെച്ചാൽ ഡോർ തുറയോ? അതാ എണ്ണപ്പെട്ട പല്ലിനെ വെച്ചുള്ളൂ. അത് പല്ലിന്റെ എണ്ണം കൂടിയ ഡോർ തുറയില്ല എന്നതുപോലെ ഇതൊക്കെ മിഫ്താഹുകളാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മിഫ്താഹുകളാണ്. കണക്ക് പറഞ്ഞാൽ ആ കണക്ക് കൃത്യമായിരിക്കണം. അതുകൊണ്ട് ഇത് ചെയ്യുന്നവർ കുറവാണ് എന്ന് പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? നമ്മൾ കിടന്നങ്ങ് ചൊല്ലിപ്പോയാൽ അങ്ങ് ഉറങ്ങിപ്പോകുമെങ്കിൽ ഇരുന്നിട്ട് ചൊല്ല, എന്നിട്ട് കിടന്നാൽ മതി. അത്ര ക്ഷീണിച്ചിട്ട് നമ്മൾ കിടക്കണത്, ആരംഭിക്കുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയേക്കും. എന്നാലൊന്ന് ഇരുന്നിട്ട് അല്ലാഹു അക്ബർ ആകുമ്പോഴേക്കും ഒന്ന് കിടന്നാൽ മതി. ഇൻഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വളരെ ചെറിയ അമലുകൾ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് മൊത്തം ചൊല്ലാൻ നിസ്കാരത്തിന്റെ പിറകെ 10 തസ്ബീഹ് ചൊല്ലാൻ 1 മിനിറ്റ് വേണ്ട. 30 തസ്ബീഹ് ചൊല്ലാൻ 1 മിനിറ്റ് വേണ്ട. ഈ ദിക്ർ ചൊല്ലണമെങ്കിൽ 2 മിനിറ്റ് വേണ്ട. അപ്പൊ ആകെ ഒരു 3 മിനിറ്റേ ഉള്ളൂ ഒരു ദിവസം. അത്രേ വേണ്ടൂ. അത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ ഇത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നിങ്ങളിത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സഹാബ മുഅ്മിനീങ്ങളെ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يصبح على كل سلامة من أحدكم في كل يوم صدقة. ഇതൊക്കെ നന്മകളാണ്, ബഖിയാത്തു സ്വാലിഹാത്തിൽ പെടുന്ന നന്മകളാണ്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ബഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകൾ, സ്വാലിഹായ അമലുകൾ. ആ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ ദിക്റാണ്. എന്തായിരുന്നു അത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. 5 വചനങ്ങളാണത്. നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ദിക്റും ചിലപ്പോൾ എന്താണെന്നറിയോ, എന്തോ ഒരു ദിക്ർ പറഞ്ഞിരുന്നല്ലോ, മറന്നുപോയല്ലോ എന്ന് വിചാരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ, എന്താ തുടങ്ങേണ്ടത്? കുട്ടികളുടെ സ്കൂളിൽ എക്സാമിന് പോകുമ്പോ കാണാതെ പഠിച്ചു പോകുമ്പോ ആ തുടക്കണം മറന്നു പോകും, പിന്നെ ഒരു ഉത്തരം കിട്ടൂല. എന്ന പോലെ എങ്ങനെയാണ് ഈ ദിക്ർ എന്നിങ്ങനെ ആലോചിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന 3 ദിക്റില്ലേ, അതെന്ത് ഓർത്താൽ മതി. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, അങ്ങനെ തുടങ്ങാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി, പിന്നെ ഒരു വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കിട്ടും. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കിട്ടുമല്ലോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. നമ്മുടെ ശരീരത്തിലെ ജോയിന്റുകളെ കുറിച്ചാണ് പുണ്യനബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ശരീരത്തിൽ എത്ര ജോയിന്റുകളുണ്ട്? നമ്മുടെ വിരലുകൾക്ക്, പേശികൾക്കടക്കമുള്ള ബോണുകൾക്ക് ജോയിന്റുകൾ 360 ജോയിന്റുകൾ ഉണ്ടെന്നാണ് മനുഷ്യ ശരീരത്തിൽ. ഒരു സ്കാനിങ് മെഷീനും ഇല്ലാതെ പുണ്യനബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ 360 പേശി എല്ലുകളുടെയും പേശികളുടെയും ജോയിന്റുകളായി 360 ഉണ്ട്. 360 ജോയിന്റ്സ്. ഓരോ ജോയിന്റിനും 1 ദിർഹമെങ്കിലും അല്ലാഹുവിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ടേയോ? ഒരു ദിവസം വർക്ക് ചെയ്യാൻ. ഒരു സൈക്കിൾ വാടക എടുത്താൽ അതിന് പൈസ കൊടുക്കണ്ടേ? ഒരു ബൈക്കിന് പൈസ കൊടുക്കണ്ടേ വാടക എടുക്കുമ്പോ?
നമ്മുടെ ശരീരം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്നു, നടക്കുന്നു, എഴുന്നേൽക്കുന്നു, കിടക്കുന്നു. ഇതൊക്കെ 360 നമ്മുടെ കഴുത്തിൽ തന്നെ എത്രയോ ജോയിന്റുകൾ ഉണ്ടെന്നാണ്. 360 ജോയിന്റുകൾ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് മിനിമം ഒരു ദിവസം 360 ദിർഹമെങ്കിലും നമ്മൾ ദാനം ചെയ്യണം എന്നാണ്. 360 രൂപയ്ക്കോട്ടെ ഡെയിലി 300. എന്തിനു കൊടുക്കുന്ന അറിയാം? എന്റെ ശരീരത്തിന് ചെയ്യുന്ന ടാക്സ് ആണത്. പൈസ ഉള്ളവർ പൈസ കൊടുക്കന്നെ വേണം. അള്ളാഹ് ചെയ്യുന്നൊരു ശുക്രാണത്. ഇനി 360 ഉറുപ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലക്ക് ഭാരമായിട്ട് വരും. വേറെ വല്ല വകുപ്പുണ്ടോ? ഉണ്ട്. അതിനാണ് സ്വലാത്തു ദുഹാ. ദുഹാ നിസ്കാരം 2 റക്അത്ത് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ ഈ 360 ജോയിന്റുകൾക്ക് 360 ദാനം നിങ്ങൾ കൊടുക്കുന്നതിന്റെ പകരമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലഹു ബികുല്ലി സ്വലാത്തിൻ സ്വദഖ. എല്ലാ മനുഷ്യന്റെ ജോയിന്റുകൾക്കും 360 ജോയിന്റുകളിൽ ഓരോന്നിനും നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞു. പൈസ മാത്രമല്ല, ഫബികുല്ലി സ്വലാത്തിൻ സ്വദഖ, ഓരോ സ്വലാത്തും സ്വദഖയാണ്. വസിയാമിൻ സ്വദഖ. 360 നിസ്കാരം 2 റക്അത്ത് കൂടുമ്പോൾ ഒരു നിസ്കാരമാവുക. അങ്ങനെ 360 നിസ്കാരങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ 360 നോമ്പ് എന്തായാലും നടക്കൂല. ഒരു ദിവസം ഒന്നല്ലേ നടക്കുള്ളൂ. നോമ്പ് സ്വദഖയാണ്. വഹജ്ജുൻ സ്വദഖ, ഹജ്ജും സ്വദഖയാണ്. വതസ്ബീഹുൻ സ്വദഖ, തസ്ബീഹ് സ്വദഖയാണ്. വതക്ബീറുൻ സ്വദഖ, വതഹ്മീദുൻ സ്വദഖ, അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹും ഒക്കെ സ്വദഖയാണ്. അപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, പൊന്നാര നബിയെ 360 സ്വദഖയൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല റസൂലേ. അപ്പൊ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പകരം ചെയ്യാൻ കഴിയുന്ന ഒരു ഗുണം, ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ദുഹായുടെ 2 റക്അത്ത്. ദുഹായുടെ 2 റക്അത്ത് നിസ്കാരം എവിടെയാണെങ്കിലും wudu ഉണ്ടോ, വണ്ടി സൈഡാക്കി മുസല്ല വിരിച്ച് നിസ്കരിക്കാം. എത്രയോ മസ്ജിദുകൾ നമ്മുടെ റോഡരികിൽ തന്നെ ഇഷ്ടം പോലെ മനോഹരമായ മസ്ജിദുകളുണ്ട്. ഇവിടെയൊക്കെ കയറി നിസ്കരിക്കാം. ദുഹാ നിസ്കാരം 2 റക്അത്ത്. ഇല്ലെങ്കിൽ 360 സ്വദഖയെങ്കിലും നിങ്ങൾ കൊടുക്കണമേ. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും തടസ്സമുണ്ടാവോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന. ഓരോ സുജൂദിനും അല്ലാഹു വലിയ ഹസനത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. വഹത്ത അൻഹു ബിഹാ സയ്യിഅ. ഓരോ തെറ്റും അല്ലാഹു മാപ്പ് തരും. വറഫഅ ലഹു ബിഹാ ദറജ. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 4 സുജൂദ് വരും. അത്രയും പ്രതിഫലവും അത്രയും അല്ലാഹു നമ്മുടെ തെറ്റുകളും പുറത്തു തരും. ഫസ്തക്സിറൂ മിനസ് സുജൂദ്. അതുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിക്കണമേ. സുജൂദ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യുന്ന സുജൂദില്ല. നമുക്ക് നിസ്കാരത്തിലായുള്ള സുജൂദാണ്, നിസ്കാരത്തിന്റെ സുജൂദാണ് ഉദ്ദേശിക്കുന്നത്. ഐ സുജൂദ് ഫിസ്വല എന്ന് അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കും. നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന്. അല്ലാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കട്ടെ. നോമ്പും പ്രതിഫലങ്ങളിൽ വലിയ പ്രതിഫലമാണ്. റമളാൻ കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ അയ്യാമുൽ ബീദിലെ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ റമളാൻ അവർക്ക് ആനന്ദമാണ്. അല്ലെങ്കിൽ റമളാൻ ഒരു പ്രയാസമായിരിക്കും. നോമ്പ് ഇടക്കെടുത്തെങ്കിലും പരിചയമുള്ള ആളുകൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു ഭാരം ഉണ്ടാവില്ല. തിങ്കളാഴ്ച സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കണേ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. റസൂലുള്ളാഹി നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കേരളത്തില്, ഇത് കേരളാണല്ലോ അല്ലെ, കേരളത്തിലെ രോഗികൾ ഏറ്റവും കൂടുതൽ കൂടിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ടാണ് പഠനം. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായ അസുഖമേ ഉള്ളൂ കേരളക്കാരില്. കാരണം കാര്യമായ മെയ് അനങ്ങുന്ന ഒരു പണി അത് നമ്മുടെ ബംഗാളികളും ആസാമികളൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ മെയ് അനങ്ങുന്നേ ഇല്ല. പിന്നെ അനങ്ങുന്ന ആകെ പണി കൈ ഇങ്ങനെ വായിലേക്ക് പോകുന്ന പണിയാണ് ചെയ്യുന്നത്. അത് കൂടിയത് കൊണ്ടുണ്ടായ അസുഖമാണ്. മംഗലാപുരം ഹോസ്പിറ്റലിലൊക്കെ എത്ര വരാൻ കാരണം എന്തേ? നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. കാഞ്ഞങ്ങാടെന്നും കാസർഗോഡെന്നും ഉപ്പളയെന്നും ഉളുവാർന്നൊക്കെ പോവാണ്. എന്തേ? അസുഖമാണ്. എന്താ അസുഖം? മിനിമം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വരുന്നുണ്ട്. പിന്നെ ബാക്കി അസുഖങ്ങളൊക്കെ തിന്നും കുടിച്ചും ഉണ്ടാക്കി വെച്ച മനുഷ്യന്റെ അസുഖങ്ങൾ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഇങ്ങനെ ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അസുഖം. എല്ലായിടത്തും കല്യാണവും സൽക്കാരവും ബിരിയാണി തന്നെ.
ഒരു സൽക്കാരത്തിന് ഒരു ബിരിയാണി വെച്ചു കൊടുത്താൽ മനുഷ്യന്റെ മുഖം കറുത്തുപോവുക, എന്ത് മട്ടൻ ഇല്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു ഭക്ഷണം പോരാ, പല വിധം വേണം, പല ഐറ്റം വേണം, എന്നിട്ടേ നമുക്ക് സാറ്റിസ്ഫൈ, അതും വയറ് നിറച്ച് കഴിക്കുക. നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും വല്യമ്മമാരും അന്നത്തെ കാലം ദാരിദ്ര്യത്തിന്റെ കാലമാണ്. അപ്പൊ അന്ന് കല്യാണത്തിന് കൊണ്ടുപോകുമ്പോ ഉമ്മാരൊക്കെ മക്കളെ വയറ് നിറച്ച് തീറ്റിപ്പിക്കും. എന്തേ? വീട്ടിൽ ചെന്നാന്ന് പട്ടിണിയാണ്. അപ്പൊ ആ വയറ് നിറച്ച് തീറ്റിക്കുക എന്ന് പറഞ്ഞത് കാലം മാറിയപ്പോഴും നമ്മൾ ആ പരിപാടി നിർത്തിയില്ല. ഇതുപോലെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് നെയ്യും കുഴമ്പും ആടും മസാലയൊക്കെ കൊടുക്കല്. അത് അന്ന് ദാരിദ്ര്യമുള്ള കാലമാണ്. ആ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾക്കുള്ള ഒരു മാംസം, അവൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭക്ഷണം, അത് കൊടുത്തവരെ തടി നന്നാക്കണം. ഇന്ന് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡിന്റെ പോലെ ഒരു ഗർഭിണിക്ക് പ്രസവിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ഇന്നും കൊടുക്കും ആ നെയ്യും പരിപാടിയൊക്കെ. അത് അന്ന് നിർത്തേണ്ടതാ. എന്ന് കാലഘട്ടം മാറി, ഭക്ഷണശീലങ്ങൾ മാറി, വറുതിയുടെ കാലം കഴിഞ്ഞു. ഇന്നും അതന്നെ വേണമെന്ന് പറഞ്ഞ കൊളസ്ട്രോൾ വരൂലേ, നെയ്പ്പാട കിട്ടൂലേ, അറ്റാക്ക് വരൂലേ? പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരുന്നില്ലേ? എന്തുകൊണ്ട്? ഇങ്ങനെ നെയ്യും ആടും സൂപ്പും കൊടുത്താൽ തന്നെ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്ന ഒരു കാലത്ത് തുടങ്ങി വെച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ്. അത് നിർത്തിയാൽ തന്നെ കുറെ അസുഖങ്ങൾ മാറും. ഹബീബായ തങ്ങൾ പറഞ്ഞു, വയറിന്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 നിങ്ങൾ ഒഴിവാക്കിയിടണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശീലം. ഇത് എത്ര മനോഹരമാണ്. തങ്ങൾ പറഞ്ഞു, ഹസ്ബുബ്ന ആദം ലുഖൈമാതുൻ യുഖിംന സുൽബഹു. ഒരു മനുഷ്യന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി. ഏതാനും ഉരുള, ഒരു 4-5 ഉരുള മതി എന്നാ അതിനർത്ഥം. എന്നിട്ട് പറഞ്ഞു, ഫഇൻ കാന ലാ ബുദ്ദ ഫാഇല. നിങ്ങൾക്ക് അതൊന്നും പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ സുലുസുൽ ലിത്ആമിഹി. 1/3 വയറാകത്രേ ഉള്ളൂ എന്നാണ്. വയറിന്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 ഒഴിവാക്കിയിടണം എന്നാണ്. 5ഉം 10ഉം പൊറോട്ട കഴിച്ചാലേ ഓരോരുത്തർക്ക് 1/3 ആവണുള്ളൂ. അതാ പ്രശ്നം. നമ്മൾ അങ്ങനെ ആയാൽ രോഗികളായി പോകൂലേ? അസുഖം കൊണ്ട് ബുദ്ധിമുട്ടാവാൻ, ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാൻ, പ്രായം എത്തും മുമ്പേ നമുക്ക് പ്രായമാവാൻ. അതുകൊണ്ട് നിർബന്ധമായും ഭക്ഷണ ക്രമീകരണം വേണം. അതിന് ഏറ്റവും നല്ല പരിശീലനം നോമ്പാണ്. നോമ്പെടുക്കുമ്പോഴും കൂടുതൽ വയറ് കുത്തി നിറച്ച് അത്തായം കഴിക്കുകയും ചെയ്യരുത്. ഒരു പാകത്തിന് എത്ര കഴിച്ചിട്ടും കാര്യമില്ല. ഒരു ടൈം 4 മണിക്കൂറായി അത് മുമ്പ് ദയിപ്പിച്ചു വിടും. അതിനപ്പുറം പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനെ ഭക്ഷണം കഴിക്കാവൂ, വിശക്കുമ്പോഴേ കഴിക്കാവൂ. കഴിക്കുമ്പോൾ വയറ് നിറക്കരുത്. നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ. ഹബീബായ തങ്ങൾ പറഞ്ഞു, we are a nation, we don't eat until we feel hungry. നമ്മള് വിശക്കുമ്പോൾ മാത്രം തിന്നുന്ന കൂട്ടരാ. മുസ്ലിമീങ്ങളെ പറ്റി പുണ്യ നബി പറഞ്ഞ വാക്കാണത്. മദീനയിലേക്ക് കുറച്ച് ഡോക്ടർമാർ വന്നു, ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന്. അവര് പറഞ്ഞു, മദീനത്ത് രോഗികളില്ലല്ലോ നബിയെ, എന്താ ഇങ്ങനെ ഒരു നാട്? ഇവിടെ ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല, ക്ലിനിക്ക് വേണ്ട, ഡോക്ടർ വേണ്ട, ഇവിടെ ആർക്കും അസുഖമില്ലല്ലോ. എന്താണ് മദീനയുടെ ഈ അത്ഭുതത്തിന് കാരണം? അപ്പൊ പുണ്യനബി കൊടുത്ത മറുപടിയാണ്, ഞങ്ങൾ വാരി വലിച്ചു തിന്നുന്നവരല്ല, ഞങ്ങൾ വിശക്കുമ്പോഴേ തിന്നുമ്പോൾ മാ ശബിഅന, ഞങ്ങൾ വയറ് നിറച്ച് തിന്നുകയുമില്ല. ഏറ്റവും വലിയ പ്രിവെന്റീവ് മെത്തേഡാണത്. രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട പണിയാണത്. നമ്മളൊക്കെ ചിലപ്പോ കുടുങ്ങിപ്പോകും സദ്യ കൊണ്ട്. പലയിടത്തും വീണ്ടും ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വരും. ബുദ്ധിമുട്ടായി പോകും. 4-5 കല്യാണമൊക്കെ ഒരു ദിവസം അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥകളുണ്ട്. നിങ്ങൾക്കുണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചും. അതിനാവശ്യമായ ഒരു കണക്ക് ആദ്യം പ്ലാൻ ചെയ്തിട്ട് കഴിക്കുക. 1 ഉരുള കഴിക്കുക, 4 ഉരുള കഴിക്കേണ്ടിടത്ത് 1 കഴിക്കുക. അങ്ങനെ 4 പോയി ഓരോന്ന് കഴിച്ചിട്ട് അത് നിർത്തേണ്ടി വരും. അപ്പോഴേ ആരോഗ്യം ഉണ്ടാവും. വയറിന്റെ 1/3 ഈ ഒരു സുന്നത്ത് മാത്രം എടുത്താൽ നമ്മൾ രോഗികളില്ലാതെ പോകും. വയറിന്റെ 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളം. ഏറ്റവും കൂടുതൽ കുടിക്കേണ്ട സാധനമാണ് പച്ചവെള്ളം, സാധാ വെള്ളം. കുടിക്കുന്ന കുടി നമ്മൾ നിർത്തിയാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. കിഡ്നി പോകും, കിഡ്നി മാറ്റിവെക്കേണ്ടി വരും.
പ്രയാസങ്ങൾ വരും. വെള്ളം കുടിക്കാത്തത് കൊണ്ട്, പച്ചവെള്ളം കുടിക്കുക. അതുകൊണ്ട് നോമ്പ് തുറന്നാൽ അത്താഴത്തിന് മുമ്പായിട്ട് ഉള്ള സമയം ഉപയോഗപ്പെടുത്തുക. നോമ്പില്ലാത്ത സമയം സാധാ വെള്ളം, നല്ല ശുദ്ധിയുള്ള വെള്ളം നമ്മൾ കുടിക്കുക. അത് ആരോഗ്യത്തിന് ആവശ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ പറ്റൂ. ആരോഗ്യം ഉണ്ടെങ്കിലേ സമൂഹത്തിന് സേവനം ചെയ്യാൻ പറ്റൂ. ആരോഗ്യമുണ്ടെങ്കിലല്ലേ നന്മകൾ ചെയ്യാൻ പറ്റുക. ബാഖിയാത്തു സ്വാലിഹാത്ത് ചെയ്യണമെങ്കിലൊക്കെ, നന്മ ചെയ്യണമെങ്കിൽ എല്ലാറ്റിനും ആരോഗ്യം വേണം. സല്ലല്ലാഹുൽ ആഫിയ. അതുകൊണ്ട് അള്ളാഹുവിനെ ചോദിച്ചു, അള്ളാഹുവിനോട് ആരോഗ്യം ചോദിച്ചോളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹുൽ ആഫിയ. അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് സങ്കടം കൊണ്ട് പറയാൻ കഴിയാതെ തൊണ്ടയിടറി മഹാനായ സിദ്ദീഖ് എന്നവര് ആദ്യത്തെ ഖുതുബയിൽ പറഞ്ഞ വിഷയമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, സമിഅ്തു ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മഖാമി ഹാദാ. പുണ്യനബിയുടെ മിമ്പറിന് 3 ചവിട്ടുപടിയാണുള്ളത്. അതിൽ രണ്ടാമത്തെ പടിയിൽ, മൂന്നാമത്തതിൽ കയറിയില്ല. രണ്ടാമത്തെ പടിയിൽ ഒരു പടി താഴെ നിന്നു സിദ്ദീഖ് തങ്ങൾ. അദബൻ ബി റസൂലില്ല. പുണ്യനബിയോട് അദബ് കാണിച്ചുകൊണ്ട് ഹബീബ് കയറി നിന്ന ആ സ്ഥാനത്ത് നിന്നില്ല, അതിന്റെ ഒരു പടി താഴെ നിന്നു. എന്നിട്ട് ഖുതുബക്കിടയിൽ പറഞ്ഞു, എന്റെ ഹബീബ് ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് മഹാനവറുകൾക്ക് ഹദീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, സമിഅ്തു ഖലീലി സമിഅ്തു ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മഖാമി ഹാദാ. ഈ സ്ഥലത്ത് വെച്ച് പുണ്യനബി പറഞ്ഞു. വീണ്ടും ഖനഖത്തുൽ അബ്റ. നബി തങ്ങൾ മഹാനായ സിദ്ദീഖ് എന്നവർക്ക് സങ്കടം വന്ന് കണ്ഠമിടറി പൂർത്തിയാക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ തവണ പറഞ്ഞു, എന്റെ ഹബീബ് ഇവിടെ നിന്ന് പറഞ്ഞു, സല്ലല്ലാഹുൽ ആഫിയ. നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം, അല്ലാഹുവിനോട് ആരോഗ്യം ചോദിക്കണം. ആരോഗ്യം തരണേ റബ്ബേ എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ അതിന് കിട്ടുന്ന ഉത്തരം, നിങ്ങൾക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റും, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ശുദ്ധവെള്ളം കുടിക്കാൻ തോന്നും, നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു തുറന്നു തരും. അതിന് അള്ളാഹിനോട് ചോദിക്കണം. സല്ലല്ലാഹുൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യം തരണേ എന്ന് ചോദിക്കണേ. ഫഇന്നഹു ലം യുഅത അബ്ദുൻ. ഒരു മനുഷ്യനും ഈമാൻ നൽകപ്പെട്ടതിന് ശേഷം ആഫിയത്തിനേക്കാളും വലുതൊരു മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. ആരോഗ്യമാണ് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ ഉടമസ്ഥനായ അല്ലാഹുവേ, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനെ, ചൂടും വെളിച്ചവും തണുപ്പും രാത്രിയും പകലും വരുത്തുന്നവനെ, ഞങ്ങളുടെ ജീവനും മരണവും അല്ലാഹുവേ നിന്റെ കരങ്ങളിലാണല്ലോ റബ്ബേ. ഞങ്ങളുടെ ദുനിയാവും